നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയിരുന്ന ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിന് തിരശ്ശീല വീഴുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 100 വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അനിശ്ചിതമായി മാറ്റിവെച്ചിരിക്കുകയാണ്. സംഘാടകരും സർക്കാരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന രാജ്യത്തെ പ്രധാന ശാസ്ത്ര സമ്മേളനത്തിന്റെ അവസാനമാണോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാഠപുസ്തകങ്ങളിൽ നിന്നെന്ന പോലെ ശാസ്ത്ര ചർച്ചകൾ പൊതുവേദികളിൽ നിന്നും ഇല്ലാതാവുകയാണോ എന്നതാണ് ശാസ്ത്ര സമൂഹം ഇപ്പോൾ ഉയർത്തിവിടുന്ന ആശങ്ക. 2 ദശാബ്ദത്തിനു മുമ്പ് വരെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇന്ത്യയുടെ ശാസ്ത്രരംഗത്തിന്റെ വളർച്ചയിൽ കാതലായി മാറുന്ന ഗൗരവമേറിയ ശാസ്ത്രീയ ചർച്ചകൾ നടക്കുന്ന സുപ്രധാന പരിപാടി എന്ന നിലയിലായിരുന്നു ലോകം ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ശാസ്ത്രീയ വൽക്കരണത്തെക്കാൾ പുരാണവൽക്കരണം രാജ്യത്തിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ ഈ ഖ്യാതിക്ക് കോട്ടം തട്ടിത്തുടങ്ങിയിരിക്കുന്നു. സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും പലപ്പോഴും ശാസ്ത്രത്തിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെ ആയിരുന്നില്ല പ്രതിഫലിപ്പിച്ചിരുന്നത്. വിചിത്രമായ അവകാശവാദങ്ങളും ശാസ്ത്രീയമായി വിശ്വസനീയമല്ലാത്ത ആശയങ്ങളെയുമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. മിത്തുകൾക്ക് ശാസ്ത്രവേദിയിൽ നിന്നുകൊണ്ട് ആധികാരികത നൽകാൻ ശ്രമിച്ചവരിൽ രാജ്യത്തിന് പ്രധാനമന്ത്രി മുതൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ദിനോസറിനെ കണ്ടെത്തിയത് ഹിന്ദു ദൈവമായ ബ്രഹ്മാവാണെന്ന് ജിയോളജിസ്റ്റും പഞ്ചാബ് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ആഷു ഖോസ്ല അവകാശവാദം ഉന്നയിച്ചത് 2019 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ റിസർച്ച് പേപ്പർ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസറിന്റെ പേരും പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. രാജശൗര എന്നാണ് പേരെന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2019 സംഘടിപ്പിച്ച 106ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയിൽ ആന്ധ്ര സർവകലാശാല വൈസ് ചാൻസലർ അവകാശപ്പെട്ടത് വിത്തുകോശങ്ങൾ, ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നിവ തുടങ്ങുന്നത് ഹിന്ദു പുരാണമായ മഹാഭാരതത്തിൽ നിന്ന് ആണ് എന്നതാണ്. ഹിന്ദു ദൈവമായ മഹാവിഷ്ണുവാണ് പ്രപഞ്ചത്തിൽ ആദ്യമായി ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ചതെന്നും നാഗേശ്വര റാവു വാദിച്ചിരുന്നു. വിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രമായിരുന്നു നാഗേശ്വര റാവുവിന്റെ അറിവിലെ ആദ്യത്തെ ഗൈഡഡ് മിസൈൽ. ഇക്കാര്യം അദ്ദേഹം പറയുന്നതും സയൻസ് കോൺഗ്രസ് വേദിയിൽ വെച്ചായിരുന്നു എന്നതും രസകരമായ ഒരു വസ്തുതയാണ്. വിമാന നിർമ്മാണത്തിന്റെ ടെക്നോളജിയെക്കുറിച്ച് 7000 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു പുരാണത്തിലെ ഭരദ്വാജ മഹർഷി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഒരു റിട്ടയർഡ് പൈലറ്റ് അവകാശപ്പെട്ടതും സയൻസ് കോൺഗ്രസിൽ വെച്ചായിരുന്നു. 2015 ജനുവരിയിൽ മുംബൈയിൽ സംഘടിപ്പിച്ച 102ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദിയിൽ നിന്നുകൊണ്ടാണ് ക്യാപ്റ്റൻ ആനന്ദ് ബോദാസ് ഇക്കാര്യം പറയുന്നത്. എരുമ, പശു, ആട് എന്നിവയുടെ പാൽ ഉൾപ്പെടെയുള്ള പൈലറ്റുമാരുടെ ഭക്ഷണ ക്രമത്തെക്കുറിച്ചും ഇന്ത്യൻ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നും പുരാതന ഇന്ത്യയിലെ വിമാനങ്ങളുടെ പൈലറ്റുമാർ വെള്ളത്തിനടിയിൽ വളരുന്ന സസ്യജാലങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഒരു കാലത്ത് ശാസ്ത്രീയ ചർച്ചകൾക്കുള്ള വിലയേറിയ വേദിയായിരുന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് അതിൻ്റെ ഗതകാല പ്രതാപത്തിനൊത്തു ഉയരാൻ കഴിയാത്തതിനു പുറമെ അർത്ഥശൂന്യമായ വേദിയായി മാറിയത് ആഗോള തലത്തിൽ തന്നെ ശാസ്ത്രജ്ഞരെ നിരാശരാക്കിയിരുന്നു. പല പ്രമുഖ ശാസ്ത്രജ്ഞരും ഇവന്റ് നിർത്തലാക്കണമെന്ന ആവശ്യം വരെ ഉന്നയിച്ചതാണ്. ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് കോവിഡ് കാലത്തല്ലാതെ ചരിത്രത്തിൽ ആദ്യമായി നടക്കാതെ പോകുന്നത് എന്നതും നിരാശയുണ്ടാകുന്ന കാര്യമാണ്.